ഇവർ വിവാഹിതരായ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അജയ് ഭൂമിയെ കല്യാണം കഴിക്കുന്നതിന് തീരുമാനിച്ചത് മുതൽ തന്നെയാണ് ഭവാനിയും അതുപോലെ തന്നെ അഞ്ജനയും എപ്പോഴും വഴക്കാണ്. എന്ത് ചെയ്യാനാ, ഇനി ഇതിലെന്ന് ഒരു മോചനവും നമുക്കില്ല. എന്നെ ചതിച്ചവനാ, ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല. അതുമാത്രമല്ല, അവളെയും അത്രയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഈ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത് ഇവിടുത്തെ മുത്തശ്ശി തന്നെയാ. അതിന് പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടിയതും ഈ കുടുംബത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയാ എന്നൊക്കെ ഭവാനിയും പറയുന്നുണ്ട്. എന്തായാലും നമ്മളെ നാണം കെടുത്തിയ ഈ സ്ഥിതിക്ക് ഇനി വെറുതെ വിട്ടുകൂടാ. അവരെ ഏത് നിലയിലായിരുന്നാലും ഇവിടുന്ന് ഓട്ടിപ്പിക്കണം, ഇവിടെ താമസിക്കാൻ അനുവദിച്ചേ കൂടാ എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. ഉടനെ തന്നെ അഞ്ജന പറയുന്നുണ്ട്, ഞാൻ ഇനി തീരുമാനിക്കുന്ന കാര്യം മാത്രമേ ഇനി ഈ വീട്ടിൽ നടക്കാവുള്ളൂ. എന്റെ കല്യാണമേ നടന്നില്ല, പക്ഷെ ആ ഭൂമി ഇവിടെ അങ്ങ് സൂക്ഷിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മുന്നിൽ കൂടെ അവൾ പോകുമ്പോഴത്തേക്കും എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മാറ്റമോ അവൾക്ക് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഈ വീട്ടില്. അതുപോലെ തന്നെ ഇനിയും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അജയ് കല്യാണം കഴിച്ചെങ്കിലും അജയുടെ തീരുമാനത്തിന് ഈ വീട്ടില് ഒരു വിലയും ഇനി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഭവാനി മുത്തശ്ശിയുടെ അടുത്ത് പോയി പറയുക, ഇനി ഞങ്ങൾ എന്തിനാ ഈ വീട്ടിൽ നിൽക്കുന്നേ? ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിങ്ങൾ എവിടെ പോവാനാ? നിങ്ങൾ ഈ വീട്ടിൽ വേണം. കുടുംബം ചന്ന ഭിന്നമാവാൻ വേണ്ടി പാടില്ല. അതിനു വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. എന്നാൽ അവന്റെ ഇഷ്ടം, അത് നീ എന്ത് ചെയ്യാൻ പറ്റും? നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ, ഇനി നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നേ? ഇനി അവൻ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വീട്ടിലല്ലേ വരുള്ളൂ? വന്നാ വരട്ടെ, ഇവിടെ തന്നെ താമസിക്കേണ്ടത്. എന്നാൽ ഭൂമി എനിക്ക് ഇഷ്ടം തന്നെയാ. എന്തായാലും ഇനി അവരെ കൈവിടിയാൻ നമുക്ക് കഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. ആരൊക്കെ കൈവിടിഞ്ഞാലും ഞാൻ അവളെ സ്വീകരിക്കില്ല. ഈ വീട്ടിലേക്ക് വന്ന എന്റെ ശത്രു തന്നെയാ അവള് എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ അഞ്ജന പറയുക, എന്നെ എല്ലാവരും വിളിച്ച് നാണം കെടുത്തി. എന്റെ കയ്യിൽ മോതിരം അണിയിപ്പിച്ചിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചില്ലേ? അത് ഞാൻ ഒരിക്കലും പൊറുക്കുന്നതല്ല. എനിക്കത് സഹിക്കുന്നതിലും അപ്പുറമുള്ള കാര്യമാണ് ഈ വീട്ടിൽ നടന്നത്. ആ സമയത്ത് സത്യനാഥ് വന്ന് പറയുന്നുണ്ട്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എല്ലായിടത്തും അവന്റെ സമ്മതപ്രകാരം മാത്രമാ എൻഗേജ്മെന്റ് നടത്തണമെന്ന്. എന്നാൽ ആരടുത്ത് പോലും ഒരു വാക്ക് പോലും ചോദിക്കാതെ മുത്തശ്ശിയും അതുപോലെ തന്നെ ഭവാനിയും അഞ്ജനയെടുത്ത തീരുമാനമാ ഇതുവരെ എത്തിച്ചത്. എങ്കില് അവന്റെ ഇഷ്ടത്തോടെ നമുക്ക് നിൽക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ കാര്യത്തിനും തീരുമാനമെടുക്കുന്നത് ഇന്ന് വരെ ഞാനാ തീരുമാനിക്കുന്നത്. പക്ഷേ ഇതിലൊരു മാറ്റം വരുത്തിയത് അവനാ, അജയ്. ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോൻ തന്നെയാ. പക്ഷേ ഈ കുടുംബത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ? എന്തായാലും അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നല്ലേ അവൻ പറഞ്ഞത്. ഇനി അവന്റെ സ്വാതന്ത്ര്യത്തിന് അവൻ കെട്ടയോ എന്തോ ചെയ്യട്ടെ, നമുക്കിതില് ഒന്നും തന്നെ പറയാനില്ല എന്നൊക്കെ സത്യനാഥും അതുപോലെ തന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട് ഭവാനിയുടെ. ഞാൻ ഇവിടുന്ന് പോകണം എന്നാണോ നിങ്ങളുടെ തീരുമാനം? ഞാനും മോളും ഈ വീട്ടിലെ ആർക്കും ഒരു തടസ്സമില്ലാതെ ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം. അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങളാ ഇവിടെ വേണ്ടത്. എന്റെ മോന്റെ മക്കളാ. അത് കൊണ്ട് ഞാൻ പറയുന്ന തീരുമാനത്തിൽ എനിക്കൊരു അംഗീകാരമില്ലെങ്കിൽ ആദ്യം ഇറങ്ങേണ്ടത് ഞാനല്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ ഇറങ്ങാം എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടൻ തന്നെ സത്യനാഥ് പറയുക, എന്തായാലും ആരും ഇറങ്ങേണ്ട ഒരു കാര്യമില്ല. അവൾ ഈ വീട്ടിൽ വന്നെന്ന് പറഞ്ഞാൽ നല്ലതേ വരുള്ളൂ. പൂജാ സമയത്ത് നിലവിളക്ക് അണയാൻ വേണ്ടി പോയിരുന്നതും അതൊക്കെ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയില്ലേ? ആ സമയത്ത് ഏതോ ഒരു അതിശക്തിയെ പോലെയാ വന്ന് ആ സമയത്ത് നമ്മളെ വിളക്ക് ഉയർത്തിയത്. അത് നമ്മുടെ ഈ കുടുംബത്തിന്റെ വെളിച്ചമാ. ആ സമയത്ത് ഭവാനി പറയുന്നുണ്ട്, ആ വെളിച്ചം കൊണ്ട് വന്നേ തന്നെയാ ഇതെല്ലാം നാശം ഉണ്ടായത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. ഇവിടെ നിന്ന് എനിക്ക് കാണേ വേണ്ട, ഞാൻ ഇറങ്ങുക. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാനും പോകും. നിങ്ങൾ പോകുമ്പേ ഞാൻ പോകും ഇവിടെ നിന്ന്. എന്തായാലും നിങ്ങളൊക്കെ ഇവിടെ വേണം. അവൻ ഞാൻ പറയുന്നത് അംഗീകരിച്ചാൽ മാത്രമേ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അജയും ഭൂമിയും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഇത് കേട്ടതും ഭവാനി ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ എങ്ങോട്ടാ കയറി പോകുന്നത്? ഇത് ആരെ വീടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആരെ വീടായിരുന്നാലും നമ്മൾ കുടുംബമാ. ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും താമസിക്കുന്നത്. അല്ലാതെ നിങ്ങളടുത്ത് എനിക്ക് ഇതിന്റെ കാര്യം പറയേണ്ട താല്പര്യമില്ല എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. അജയ് കേട്ട ഉടനെ തന്നെ അജയ് പറയുക ഭവാനിയുടെ അടുത്ത്, എൻ്റെ തീരുമാനങ്ങൾക്ക് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ലല്ലോ ആരും. പക്ഷേ എൻ്റെ കല്യാണത്തിന് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനാ തീരുമാനിക്കുന്നത് ആരെ കെട്ടണം ആരെ കെട്ടണ്ട എന്ന്. തന്നെ ഇവിടെ താമസിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആർക്കെയും താമസിക്കാൻ സൗകര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. ഭൂമി ആ സമയത്ത് പറയുന്നുണ്ട്,
എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എൻ്റെ അച്ഛൻ്റെ കൊലപാതകയുടെ അന്വേഷണത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിന് ആരൊക്കെയാണോ ഉണ്ടാവുമെന്ന് ചെറിയ അടയാളങ്ങൾ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്തിനത് ചെയ്തു എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കിവിടെ ഇപ്പോൾ നിന്നേ പറ്റുള്ളൂ. അതിനു വേണ്ടി കൂടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ അജയ് വിളിച്ചോണ്ട് എനിക്ക് എവിടെയും മാറി താമസിക്കാമായിരുന്നു. അജയ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. ആ സമയത്ത് അജയ് പറയുന്നുണ്ട്, ശരിയാ, ഞാൻ ഭൂമി പറയുന്നത് അനുസരിക്കുള്ളൂ. എൻ്റെ ഭാര്യയാ. അതുപോലെ അഞ്ജന പറയുന്ന കേൾക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആദ്യം മുതലേ എനിക്ക് അഞ്ജന ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് ഇനി എൻ്റെയും ഭൂമിയുടെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ട് നടക്കേണ്ട എന്ത് ചെയ്യുന്നെന്ന് അന്വേഷിക്കുകയും വേണ്ട. ആ സമയത്ത് ഭൂമി പറയുക, എന്തായാലും എൻ്റെ അച്ഛനെ കൊന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അതിന് എന്നെ സഹായിക്കുന്നത് ആരുമല്ല, എൻ്റെ ഭർത്താവ് തന്നെയാ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പമായിരിക്കും. ആ സമയത്ത് ആരാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് പൊട്ടിയെ പോലെ ഞാൻ മിണ്ടാതിരിക്കുമെന്നൊന്നും നോക്കിയൊന്നും വേണ്ട. ഞാൻ അതിനെ തീരുമാനം എടുത്തിട്ട് തന്നെയാ ഈ വീട്ടിലോട്ട് വന്നത്. വലതുകാൽ വെച്ച് അത് വരേണ്ട വീടാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആരും ഒന്നും പറയരുത് എൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞതും ഉടനെ തന്നെ തല കുനിച്ച് ഭവാനി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന എന്ന് പറയുക, എന്താ അമ്മ അവള് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാനങ്ങോട്ട് വരാം. നീ പറഞ്ഞാലും ആര് പറഞ്ഞാലും എൻ്റെ ഭാര്യയെ ദേഹത്ത് തൊട്ടു പോകരുത്. നീ ആരാ എൻ്റെ ഭാര്യ അടിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അഞ്ജനയുടെ അടുത്ത്. അതിന് അടിക്കാൻ ആരാ വന്നത്? അതുപോലെയല്ലേ വരുന്നത്. നിന്റെ വരവ് കണ്ടാൽ എനിക്കറിയാം എന്തിന്റെ ഉദ്ദേശമാണെന്ന്. പക്ഷെ ഇനി അത് നടക്കില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞ കാര്യം ഇനി വീണ്ടും കൊണ്ട് ആവർത്തിപ്പിക്കരുത് എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. നിനക്ക് കുറെ കാമുക്കിമാരുണ്ടെന്നായിരുന്നു പറച്ചില്. പിന്നെ അത് മാറ്റിയിട്ട് ഒളിച്ച് അവളെ കൂടെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ കാണിക്കാനായിരുന്നോ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ദേഷ്യത്തോടെ ഭവാനി ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറെ പ്രേമം കാണും. അത് പക്ഷെ നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും എന്നെ ശല്യം ചെയ്യരുത്, നിങ്ങളെ മോളും എന്നൊക്കെ ഭവാനി എടുത്ത് അജയ് പറയുന്നുണ്ട്. ഒരാൾക്ക് ഒരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണം, അതാ വേണ്ടത്. അല്ലാതെ ഇഷ്ടമില്ലാത്ത ജീവിതം സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങളെ മകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം ഇനിയെങ്കിലും. ഭൂമി വന്നപ്പോൾ ഉടനെ തന്നെ അഞ്ജന പറയുന്നുണ്ട്, ഒരു സ്റ്റേഷനടുത്ത് ഒരു ചായക്കടയും വെച്ചിട്ട് എല്ലാരും വളച്ചെടുക്കാൻ വേണ്ടി നിൽക്കുക. അത് പുളിയും കൊമ്പി തന്നെയാ നീ പിടിച്ചത് എന്നൊക്കെ പറഞ്ഞു കേട്ടതും അജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ ആരാ അവളെ പറയാൻ വേണ്ടി? ഇനിയിപ്പോ എന്റെ ഭാര്യ. ഞാനതൊന്നും കേട്ടോണ്ട് നിൽക്കുമെന്ന് വിചാരിക്കണ്ട. പണ്ട് ഞാൻ കാണാതെയൊക്കെ കുറെ അടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നത് ഞാൻ അങ്ങനെയാണെങ്കിൽ കണ്ണടച്ചു പോയി. പക്ഷെ ഇനി അത് നടക്കില്ല. ഇനി അഞ്ജനയുടെ ദേഹത്ത് ഒരു തരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്റെ ഭാര്യയാണ്, എപ്പോഴും എന്നെ പറഞ്ഞ് ഓർപ്പിക്കരുത് എന്നൊക്കെ പറയുക. സത്യനാഥ് ആ സമയത്ത് വന്ന് പറയുന്നുണ്ട്, മോള് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചായിരുന്നോ? മോള് പോയി കഴിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ തന്നെ ഭവാനി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ വീട്ടില് ആള് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി? ഇവൾ എന്തിനാ അങ്ങനെ വിളിക്കേണ്ട കാര്യം? ഇവൾ ഈ വീട്ടില് വേലക്കാരിയെ പോലെ നിന്നാ മതി. ഏത് വേലക്കാരി എന്നൊക്കെ സത്യനാഥ് ചോദിക്കുന്നുണ്ട്. ഒരു വീട്ടിലെ കൊണ്ടുവന്ന കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന അത് വേലക്കാരിയല്ല, ആ വീട്ടിലെ കുട്ടിയാ. അതും അഞ്ജനെ പോലെ തന്നെയാ ഇപ്പോൾ നമുക്ക് ഭൂമിയും എന്നൊക്കെ സത്യനാഥ് പറയുന്നുണ്ട്. എനിക്കങ്ങനെയല്ല, ഇവള് എനിക്ക് ഒരു വേലക്കാരിക്കായിട്ട് തന്നെയാ ഞാൻ കരുതിയിട്ടുള്ളത്. ഇനി അത് മാറാനും പോകുന്നില്ല. ഈ ഞങ്ങളെയൊക്കെ നാണം കെടുത്തിട്ട് ഒരുത്തി കൊണ്ടുവന്ന് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിക്കുന്ന കണ്ടില്ലേ ഓരോന്ന്, അതൊന്നും കാണാൻ നിൽക്കാൻ തോന്നുന്നില്ല. കാണാൻ നിൽക്കാത്തവരിവിടെ നിൽക്കണ്ട, പോണം എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി കേട്ടോണ്ട് വന്നിട്ട് പറയുക, നീ ആരെടുത്ത് പോണെന്നാ പറയുന്നേ? നിന്റെ തന്നിഷ്ടത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഞാൻ ഇറങ്ങട്ടെ ഇവിടെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധാരണ ഒരാളെ പോലെ ഇറങ്ങി പോകുന്നുണ്ട് മുത്തശ്ശി. മുത്തശ്ശി എവിടേക്കാ പോകുന്നേ? ഞാൻ ഇവിടെ താമസിക്കില്ല, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ആ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഉടനെ തന്നെ ഭൂമി പറയുന്നുണ്ട്, മുത്തശ്ശി ഇവിടുന്ന് പോകരുത്. ഞാൻ ഒന്നും തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ദേഷ്യവും തോന്നരുത്. എനിക്ക് മോളടുത്ത് ദേഷ്യമില്ല, എനിക്ക് ഇവന്റെ അടുത്താ ദേഷ്യം. ഇവൻ അങ്ങനെ എൻ്റെ അടുത്ത് കാണിച്ചത്. അല്ലാതെ മോളോട് എനിക്ക് ദേഷ്യം കാണിക്കാൻ എനിക്ക് സാധിക്കില്ല. എനിക്ക് അഞ്ജനെ പോലെ തന്നെയാ നീ. അതുകൊണ്ട് ഒന്ന് മാറി നിൽക്കോ? എനിക്ക് ഇനി വിലയില്ലാത്ത വീട്ടിൽ ഞാൻ നിന്നിട്ട് തന്നെ എനിക്കൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ചത്. അജയ് ആ സമയത്ത് പറയുന്നുണ്ട്, മുത്തശ്ശി പോകരുത്, ഞാൻ പോകും. ആ സമയത്ത് സത്യനാഥ് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ ഒന്ന് താമസിക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് തന്നെയാ വരുന്നത്. ഈ വീട്ടിലെനിക്ക് നിൽക്കാനേ തോന്നുന്നില്ല ഇനി. ആ സമയത്ത് ഭൂമി അജയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ കാരണമാ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം. എങ്ങനെ ഇരുന്ന വീടാ ഞാൻ വന്ന അവസരം. ഇപ്പോൾ ഈ കല്യാണത്തോടെ എല്ലാം മാറിയില്ലേ?
അതിന് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാ നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നിന്നെ ഇവിടെ കൊണ്ടുവന്നിരാതെ ഇരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കല്യാണത്തിൽ നരകിക്കുമായിരുന്നു ഞാൻ ഇവിടെ കിടന്ന്. അതിനേക്കാളും നല്ലത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെയാ നല്ലത് എന്നൊക്കെ അജയ് പറയുന്നുണ്ട് ഭൂമിയുടെ കൂടെ. എന്നാൽ ഭയങ്കര ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്കും നോക്കാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലാ ഭവാനി കൂടെ നടക്കുന്നത്. ഏത് രീതിയിൽ അപായപ്പെടുത്തുമെന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു നിൽക്കുക എന്നൊക്കെ ഭൂമിയുടെ അടുത്ത് അജയ് പറയുന്നുണ്ട്. ഭൂമി അജയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ആന്റിയെ ഒരു വല്ലാത്ത സംശയമുണ്ട്. ഞാൻ പല സ്ഥലത്ത് വെച്ചും ആന്റിയും വേറൊരു താടിയുള്ള ആളുമായിട്ട് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ അജയ് പറയുന്നുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അത് പക്ഷെ എന്തിനാന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആന്റിയുടെ പോക്ക് ഇപ്പൊ ശരിയല്ല. നേരത്തെ കാലം വളരെ വലിയ മാറ്റം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് അന്വേഷിച്ച് കണ്ടെത്തണം. ആ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, കണ്ടെത്തിയാലേ ഇതെല്ലാത്തിനും സത്യം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്റെ വീട്ടിന്റെ നടയിൽ എന്തിനാ അവര് വരേണ്ട കാര്യം? എന്റെ അച്ഛൻ്റെ അടുത്ത് എന്താ ഇത്ര ശത്രുത ഉണ്ടാവേണ്ട കാര്യം? ഞാൻ ഒരിക്കൽ സാറിനടുത്ത് പറഞ്ഞപ്പോൾ പോലും എന്നെ വിശ്വസിച്ചില്ല. എന്നെ ആ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ആർക്കും പറയാത്ത ഒരു രഹസ്യം കൂടെ ഞാൻ സാറിനടുത്ത് പറയാം. എന്നെ സാറെന്ന് ദയവ് ചെയ്ത് ആരെയും മുമ്പ് വെച്ച് വിളിക്കരുത്. ഇനിയെങ്കിലും ഞാനിപ്പോൾ നിന്റെ ഭർത്താവ് ആ രീതിയിലാണ് എന്നോട് സംസാരിക്കാൻ. ആരും കാണാതെ മാത്രം സാറെന്ന് വിളിച്ചാലും മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ ജന്മരഹസ്യം തുറന്നു പറഞ്ഞ അമ്മയുടെ അടുത്ത് എനിക്കിപ്പോൾ ദേഷ്യം തോന്നുക. എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അവരെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എനിക്ക് എത്ര പറഞ്ഞിരുന്നാലും എൻ്റെ അച്ഛനും അമ്മയും അംബികയും അച്ഛനും തന്നെയാ. അത് ഞാൻ ആരായിരുന്നാലും അവരെ ഞാൻ ഒരിക്കലും മറക്കുകയും ചെയ്യില്ല എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും എൻ്റെ അമ്മയെ പുറത്തിറക്കണം. അതിനുവേണ്ടി എന്ത് നാടകം കളിക്കാൻ ഞാൻ റെഡിയായ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ എങ്ങനെയും പിടിച്ചിവിടെ നിൽക്കണം. അതാ എൻ്റെ ഒരു കാര്യം എന്നൊക്കെ സ്വന്തമായിട്ട് ആലോചിക്കുന്ന സമയത്ത് വന്ന് അജയ് ചോദിക്കുക, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഇല്ല, എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കുന്നു. കമാല് വിളിക്കുന്നുണ്ട് ആ ഭവാനിയെ. എന്നിട്ട് പറയുക, ഞാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. നിന്റെ മനസ്സിലിരുന്ന കാര്യം ഞാൻ എങ്ങനെ അറിയാ? ഇനി അറിയാൻ വേണ്ടി? എന്റെ മോളെ വരെ അവൻ വേണ്ടാന്ന് പറഞ്ഞ് തള്ളിയിട്ടിരിക്കുകയല്ലേ. ഇനി എനിക്ക് ഒന്നും നേടാനില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, അവളെ കൊല്ലുക. അത് മാത്രമേ ഇനി ഒരു വഴിയുള്ളൂ. അത് എത്രയും പെട്ടെന്ന് നടക്കണം. താമസിക്കാനേ പാടില്ല. പക്ഷേ എൻ്റെ കയ്യിലെന്ന് അവൾ വഴുതി പോവുക. ഞാൻ ഏത് നിമിഷവും ആ സമയത്ത് കൊല്ലാൻ നിൽക്കുന്ന സമയത്താ അവള് മായം പോലെ മാറിപ്പോകുന്നത്. എന്തോ ഒരു ഭാഗ്യം അവളെ കൂടെ ഉണ്ട് എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. ഇനി എനിക്ക് തീരുമാനിക്കാൻ തന്നെ ഒന്നുമില്ല. എൻ്റെ ജീവിതമേ പോയ നിലയിലാ കിടക്കുന്നത്. എൻ്റെയും അതുപോലെ തന്നെ മോളെയും അതുപോലെ തന്നെയാണ്. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു മാറ്റമുണ്ടെങ്കിൽ അവളെ കൊന്നിട്ടായിരിക്കണം. എങ്കിലേ ഈ വീട് ഞങ്ങളെ കൈക്കലാകുള്ളൂ. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ മാത്രമായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. എത്ര നാളുകൊണ്ടാ നിന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. പക്ഷെ ഒരു അനക്കവും ഇല്ലല്ലോ. അച്യുതനെ എന്നെ കൊന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അച്യുതനെ കൊന്നിട്ട് എന്താ കാര്യം? ഇപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി നടക്കുകയല്ലേ ഒരു അജയ് എന്ന പോലീസും ഒരു ഭൂമിയും. അത് ഏത് നിലയ്ക്കും അവർ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ആ സമയമായാൽ എന്നെ ഇവിടെ നിന്ന് കൊടുത്ത് ഇറക്കി വിടുന്ന കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ആലോചിക്കാൻ വയ്യ. പിന്നെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. ഇതെല്ലാത്തിൻ്റെയും കാര്യം ഞാനാണെന്ന് അറിയുന്ന ആ നിമിഷം തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്നും എനിക്കറിയാത്തൊരവസ്ഥയിലേക്ക് പോവേണ്ടി വരും. നീയും പിന്നെ എൻ്റെ കൂടെ ജയിലിലായിരിക്കും. അല്ലെങ്കിൽ ഈ ലോകം വിട്ട് എന്നെ പോവേണ്ടി വരും എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട് കമാലിൻ്റെ അടുത്ത്. അതൊന്നും വരില്ല. ഞാൻ അതിനു മുമ്പേ കാര്യം ഞാൻ നേടിയിരിക്കും. ഇനിയും അവർ പുറത്തിറങ്ങുമല്ലോ. ആ സമയത്ത് ഞാൻ വെറുതെ വിടില്ല. എത്ര പ്രാവശ്യമാണ് അവൾ പുറത്തും ബൈക്കിലുമായിട്ടൊക്കെ പോയത് അജയ് ഒരുമിച്ച്. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അമ്പലത്തിൽ വെച്ച് 2 പ്രാവശ്യം ശ്രമിച്ചത്. പക്ഷേ ആ സത്യനാഥ അന്ന് ഇല്ലായിരുന്നെങ്കിൽ അന്ന് എന്നെ അവളെ കൊല നടക്കുമായിരുന്നു. എനിക്ക് ഒരു ഒഴിവുകേടും എനിക്ക് കേൾക്കണ്ട. ഇനി എന്നെ നീ വിളിക്കേണ്ടത് അവളെ മരണം അറിഞ്ഞിട്ട് മാത്രം തന്നെയാ. അല്ലാതെ എനിക്ക് നിന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കുന്നുണ്ട്. ആ സമയത്ത് അഞ്ജന പറയുന്നുണ്ട്, ഇനി എന്തിനാ അവളെ കൊല്ലുന്നേ? എല്ലാം കഴിഞ്ഞില്ലേ? എൻ്റെ ജീവിതമാ പോയത് അവളായിട്ട്. അവൾ ഈ വീട്ടിൽ വന്നത് മുതൽ എനിക്ക് സംശയമായിരുന്നു. ഇവിടെ അധികാരം കാണിക്കാൻ തുടങ്ങിയത് മുതലും എല്ലാവരും സ്വന്തം മോളെ പോലെ ആയിരുന്നില്ലേ സ്നേഹിച്ചുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവിടേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. അതൊരു നിമിത്തം പോലെയല്ലേ
എനിക്ക് ആ വിളക്ക് അന്ന് അണയാൻ പോയപ്പോഴത്തേക്കും പിടിച്ചപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതാ, എന്തോ ഇതിൽ പന്തികേട് നടക്കാൻ പോകുന്നെന്ന്. അതുപോലെ ഈ വീട്ടിലേക്ക് അവൾ വിളക്കം കൊണ്ട് കയറിയില്ലേ, എനിക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെ അമ്മേ. എനിക്കിതൊന്നും കേൾക്കേണ്ട കാര്യവുമില്ല, കാണേണ്ടതുമില്ല. ഞാൻ ഇനി അവളെ മുന്നിൽ പോയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഭവാനി പറയുന്നുണ്ട്, എന്തിനാ മുന്നിൽ പോകാതിരിക്കുന്നത്? അവരെ ജീവിക്കാൻ അനുവദിച്ചിട്ട് വേണ്ടേ? അതിനവള് ജീവിച്ചിരുന്നാലല്ലേ അവനോട് കഴിയുള്ളൂ. അതുകൊണ്ട് മോള് പേടിക്കുന്നു വേണ്ട, മോള് തന്നെയാ അജയുടെ ഭാര്യ, അത് നമ്മളെല്ലാരും കൂടി നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. സത്യനാഥിന്റെ കയ്യിൽ നിന്ന് മോളെയും അവന്റെ ഭാര്യയും മാറ്റാൻ കഴിയുമെങ്കിൽ എനിക്ക് ഈ ഭൂമിയെ നിസ്സാരം പോലെ എടുത്തെറിയാൻ്റെ രീതിയേ ഉള്ളൂ. അതുകൊണ്ട് മോള് ഇതിൽ വിഷമിക്കുന്നു ചെയ്യരുതെന്ന് പറഞ്ഞ് അഞ്ജനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു സംശയമുണ്ട്, എന്നെ കാണുന്നത് തന്നെ ഒരു ശത്രുവിനെ പോലെയാ ആ ഭൂമി. അതില് എന്ത് കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് ആ അച്യുതന്റെ മരണത്തില് എനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അവക്കൊരു സംശയം കാണും. അത് മാത്രമല്ല, എന്തെങ്കിലും തെളിവ് കിട്ടിയോ എന്നോ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അഞ്ജനയുടെ അടുത്ത്. എങ്കില് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അഞ്ജന ചോദിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത്. ഒരേ ഒരു കാര്യമുള്ളൂ, അവള് ജീവിച്ചിരിക്കാൻ പാടില്ല, അത് തന്നെയാ നടക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജയം കിട്ടുകയുള്ളൂ ഈ വീട്ടിലും അതുപോലെ തന്നെ അജയുടെ മുന്നിലും എന്നൊക്കെ പറയുക.